കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത വോട്ടുകളും കൗണ്ട് ചെയ്ത വോട്ടുകളും തമ്മിൽ 5 കോടിയിലധികം വോട്ടുകളുടെ വ്യത്യാസമുണ്ടായിരുന്നു എന്ന വാർത്ത നിങ്ങളിൽ പലരും കേട്ടിരിക്കും. ഈ 5 കോടി വോട്ടുകൾ 79 സീറ്റുകൾ കൂടുതലായി നേടുന്നതിന് BJPയെ സഹായിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ആ EVM അട്ടിമറി ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യ മുന്നണി 310 സീറ്റുകളുമായി അധികാരത്തിൽ ഇരിക്കേണ്ടതായിരുന്നു. ഇപ്പോഴിതാ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയവും EVM അട്ടിമറിയിലൂടെയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവ് പറകാല പ്രഭാകർ രംഗത്ത് വന്നിരിക്കുകയാണ്. പറകാല പ്രഭാകരന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: BJP 79 ലോക്സഭാ സീറ്റുകളിലെ ഫലം അട്ടിമറിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 4 മാസമായിട്ടും ഇതുവരെയും രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് നമ്പർ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടില്ല. ഏറെ രസകരമെന്ന് പറയട്ടെ, രണ്ടാം ഘട്ടത്തിലെ BJPയുടെ സ്ട്രൈക്ക് റേറ്റ്, അതായത് മത്സരിച്ച സീറ്റുകളിൽ വിജയിച്ച സീറ്റുകളുടെ എണ്ണം രണ്ടാം ഘട്ടത്തിൽ വളരെ കൂടുതലായിരുന്നു. മൊത്തത്തിൽ പോൾ ചെയ്ത വോട്ടുകളും എണ്ണിയ വോട്ടുകളും തമ്മിലുള്ള വ്യത്യാസം 5 കോടിയായിരുന്നു. ആ 5 കോടിയെ മൊത്തമുള്ള 543 സീറ്റുകളും ആയല്ല ഡിവൈഡ് ചെയ്യേണ്ടത്. 15 സംസ്ഥാനങ്ങളിലെ 79 സീറ്റുകളിൽ ഈ വ്യത്യാസം വളരെ വലുതായിരുന്നു. അങ്ങനെ ഈ 79 സീറ്റുകളിലെ 5 കോടി അധിക വോട്ടുകളാണ് എല്ലാ വ്യത്യാസവും ഉണ്ടാക്കിയത്. അദ്ദേഹം തുടർന്ന് വിശദീകരിച്ചു, കേരളത്തിൽ 86,000 വോട്ടുകളുടെ വ്യത്യാസമുണ്ടായിരുന്നു. ഈ 86,000 അധിക വോട്ടുകൾ 75,000 വോട്ടിന് BJP വിജയിച്ച തൃശ്ശൂരിൽ വരുമ്പോൾ ആ കാരണത്താലാണ് BJP തൃശ്ശൂരിൽ വിജയിച്ചത് എന്ന് കരുതേണ്ടി വരും. ഇതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഏതായാലും 2024 തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത വോട്ടുകളും എണ്ണിയ വോട്ടുകളും തമ്മിൽ 5 കോടിയോളം വോട്ടിന്റെ വ്യത്യാസമുണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. ആ 5 കോടി വോട്ടുകളുടെ വ്യത്യാസം തൃശ്ശൂർ ഉൾപ്പെടെയുള്ള 79 സീറ്റുകൾ അധികമായി നേടാൻ BJPയെ സഹായിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നതിൽ അതിശയോക്തിയില്ല.